ഹലോ. ഗോവയിൽ ലാൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. നോർത്ത് ഗോവ അർപ്പൂർ ഭാഗത്താണ് ഞങ്ങളുടെ ഹോട്ടൽ വരുന്നത്. കുറച്ച് മലയാളി ഫ്രണ്ട്സ് ചേർന്ന് നടത്തുന്ന റിസോർട്ടാണിത്. നല്ല അടിപൊളി റൂംസും കിടിലൻ ആംബിയൻസും ഉള്ള ഈ റിസോർട്ടിൽ 2 സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഇവരുടെ 2 ഡേ 3 നൈറ്റ് വരുന്ന പാക്കേജാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. കപ്പിൾസിനും ഗ്രൂപ്പിനും 4000 രൂപയിൽ തുടങ്ങുന്ന പാക്കേജുകളും ഇവർക്കുണ്ട്. ഇവിടുത്തെ കുക്കടക്കമുള്ള എല്ലാ സ്റ്റാഫുകളും മലയാളികളാണ്. അതുകൊണ്ട് കേരള ഫുഡിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ച് റെഡിയായി ഞങ്ങൾ നേരെ അഖോഡ ഫോർട്ടിലേക്ക് പോയി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. 1-2 സ്ഥലങ്ങളിൽ കൂടി കറങ്ങിയിട്ട് നേരെ ലഞ്ച് കഴിക്കാനായി പോയി. ഗോവൻ ഫിഷ് താലിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിനുശേഷം ചെറിയ റെസ്റ്റൊക്കെ എടുത്ത് ബോട്ടിങ്ങിനാണ് ഞങ്ങൾ പോയത്. ആദ്യമൊന്നും പ്രശ്നമില്ലായിരുന്നെങ്കിലും നടുക്കടലിലെത്തിയപ്പോൾ താരോട്ട് നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ വാക്സ് മ്യൂസിയത്തിലേക്ക് പോയി. ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ വാക്സ് മ്യൂസിയവും അക്വേറിയവും മാത്രം ചൂസ് ചെയ്താൽ മതി. ബാക്കിയുള്ളതെല്ലാം വേസ്റ്റാണ്. അവിടുത്തെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം ഹരീരും ഷാഹിനെയും കൂടെ 700 രൂപ കളയുന്ന കാഴ്ചയാണത്. അതും കഴിഞ്ഞ് വൈകുന്നേരം സൺസെറ്റ് കാണാനായി 2-3 ബീച്ചിലൊക്കെ പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിലൊക്കെ. നൈറ്റ് ആയപ്പോൾ ഒരു ബൊഫേ ഡിന്നറിന് വേണ്ടി ഷിപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വളരെ മോശം ഫുഡായിരുന്നത്. സത്യം പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊരു ഷിപ്പ് ചൂസ് ചെയ്തതാണ്. ഈ ട്രിപ്പിൽ ആകെ പളിയത് ഇവിടെ മാത്രമായിരുന്നു. ഭാര്യമാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്തു. ഇനി ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ വാട്ടർ ആക്ടിവിറ്റിയുടെയും ഞങ്ങളെടുത്ത പാക്കേജിന്റെയും കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ബൈ.